ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, ഇത് ഫാമിലി ആയിട്ട് മാൽദീവ്സിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നവർക്ക്, അതുപോലെയുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഞാനിത് ഒരു ഏജൻസിയെ ഇങ്ങനെ തേച്ച് മാച്ച് ഭിത്തിയിൽ ഒട്ടിക്കാനൊന്നും അല്ല. എൻ്റെ ഒരു കാൻഡിഡേറ്റ് കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം കുട്ടി എൻ്റെ അടുക്ക് ഷെയർ ചെയ്തു. അതെനിക്ക് ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, നിങ്ങളിലേക്കും കൂടി അതൊരു ഇൻഫർമേഷനായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം, ഞാൻ ഓൺ ഡ്യൂട്ടിയിലാണ്. സോ ഇത്രയേ ഉള്ള കാര്യം. നമ്മൾ മാൽദീവ്സിലെ ഏത് ഹോസ്പിറ്റലിലായിക്കോട്ടെ, IGMHO അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലേക്ക് ആയിക്കോട്ടെ, റീജിയണൽ, ഐലൻഡ്, എങ്ങോട്ടായാലും വിത്ത് ഫാമിലിയോടെ തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഒരു ഏജൻസിയിൽ എൻ്റെ ഒരു കുട്ടി അപ്ലൈ ചെയ്തതാണ്. അവളുടെ ഓഫർ ലെറ്റർ വരെ വന്നു. ഞാൻ ഏജൻസിയുടെ നെയിമും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവരുടെ സർവീസൊക്കെ നല്ലതായിരിക്കാം, എനിക്ക് അവരെ പറ്റി കൂടുതൽ അറിയില്ല. എനിവേ, അപ്പം ആ ഏജൻസിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അവർ സ്പോൺസർഷിപ്പിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏകദേശം അവർ 3 ലക്ഷം രൂപയും മുകളിൽ സർവീസ് ചാർജ് വാങ്ങുന്ന ആൾക്കാരുമാണ്. സോ അപ്പം അങ്ങനെയുള്ള ഏജൻസികളെ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. കാര്യം എന്താ പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പൈസ നമ്മൾ മേടിച്ച് വെച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സർവീസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകാതിരിക്കുന്നത്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ വിസ തൊട്ട് എല്ലാം സെപ്പറേറ്റ് അറേഞ്ച് ചെയ്യാൻ പോകണം, അതിന് വേറൊരാളെ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യുന്ന ഏജൻസികളുണ്ടെങ്കിൽ അതിനെ തന്നെ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഞാനാണെങ്കിൽ എന്താ പറയുക, ആ കുട്ടിക്ക് അങ്ങനെയായിരുന്നു. കുട്ടിക്ക് ഹസ്ബൻഡിനെ കൂട്ടി പോരണം എന്നായിരുന്നു താല്പര്യം. ഹസ്ബൻഡും അതുപോലെ തന്നെയാണ്. പക്ഷേ അവരുടെ ഇപ്പം അപ്ലൈ ചെയ്തിരിക്കുന്ന ഏജൻസിയിൽ അവർക്ക് സ്പോൺസർഷിപ്പിന് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല. അവർ പറയുന്നത് 6 മന്തിനുള്ളിൽ കൊണ്ടുവരാം, 6 മന്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു റൂളും ഇതുവരേക്കും മാൽദീവ്സിൽ വന്നിട്ടില്ല. വിത്ത് ഫാമിലിയോടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം. സോ അതിനുശേഷം ആ കുട്ടി എൻ്റെ അടുത്ത് വിളിക്കുകയുണ്ടായി. എൻ്റെ അടുത്ത് സംസാരിച്ച് ചേച്ചി ഇങ്ങനെയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഇതുണ്ടായി. അപ്പോൾ ഞാൻ അവർക്ക് ഞങ്ങൾ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഏജൻസികളെ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ടാറ്റാ ബൈ.